ഹേയ് ഗൈസ്, വെൽക്കം ടു എ പുതിയ വ്ളോഗ്. അങ്ങനെ എന്റെ വെക്കേഷൻ അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കല്യാണവും അതിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളും കൊണ്ടുപോയ ഒരു നീണ്ട 10-12 ദിവസത്തെ ബ്രേക്കിന് ശേഷം നാളെ നമ്മൾ മഴവില്ല് ഷൂട്ടിന് ജോയിൻ ചെയ്യുകയാണ്. നമ്മുടെ വർക്കൗട്ട് റെസ്യൂം ചെയ്ത് തുടങ്ങണം. ഡയറ്റ് ആക്ച്വലി ഗൈസ് ഞാൻ വെയിറ്റ് നോക്കിയപ്പോൾ എന്റെ വെയിറ്റിന് വലിയ വ്യത്യാസം ഇല്ല. 73 തന്നെ നിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു എന്റെ ബോഡി ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു എന്ന് തോന്നുന്നു. എനിക്ക് കുറച്ച് ഫുഡ് മതി എന്നുള്ള കാര്യം. വിരുന്നിനൊക്കെ പോയിട്ട് ഞാൻ മിതമായ ആഹാരം മാത്രമേ കഴിച്ചിട്ടുള്ളൂ. എന്തായാലും രാവിലെ ഞങ്ങൾ എഴുന്നേറ്റില്ല സുഹൃത്തുക്കളെ. ഞങ്ങൾ സമാധാനമായിട്ട് കിടന്നുറങ്ങി ഒരു 12 മണിയൊക്കെ അപ്പോൾ എഴുന്നേറ്റ് അതിനുശേഷം ഇരുന്ന് സ്ക്വിഡ് ഗെയിമിന്റെ ഒക്കെ ഒരു എപ്പിസോഡൊക്കെ ഇരുന്ന് കണ്ടിട്ട് ചായയൊക്കെ കുടിച്ച് വൈകുന്നേരം നമ്മൾ സ്റ്റുഡിയോയിലോട്ട് പോകാൻ പോവുകയാണ്. ഇന്നലെ ഞാനും വർഷവും കൂടെ രാത്രി പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഗിഫ്റ്റുകൾ കംപ്ലീറ്റ് അൺപാക്ക് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഒരു കുന്നുണ്ടായിരുന്നു ഗൈസ്. എനിക്കൊന്ന് ഞാനും വർഷം പിന്നെ എന്റെ എഡിറ്ററും ഉണ്ടായിരുന്നു, നിതിനും ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 3 പേരോടെ ഒന്ന് മാക്കാൻ അൺബോക്സ് ചെയ്തിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് അൺബോക്സിങ് മൊത്തം കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് രാത്രി എറണാകുളത്തോട്ട് ഇറങ്ങാം. അപ്പോ ഇനി വീണ്ടും ബാക്ക് ടു ബിസി ഷെഡ്യൂളാണ്. അയ്യോ, ഈ ലെയ്ഡ് ബാക്ക് സമയം ഞാൻ മിസ് ചെയ്യുമല്ലോ ഈശ്വര. സത്യം ഗൈസ്, ഞാൻ പുറത്തു പോലും ഇറങ്ങിയില്ലേ വ്ളോഗ് ചെയ്യാനായിട്ടാ ആരെങ്കിലും കാണാനായിട്ടാ. ജസ്റ്റ് ഇവിടെ ഇരുന്ന് ചില്ലടിച്ച ഗൈസ്. ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ ഗൈസ്. രാത്രി മഴയൊക്കെ പെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഞാനും അവിടെ വന്നിരുന്നിട്ട് ഇങ്ങോട്ട് നോക്കും. പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഫീലാണത്. എന്ത് സമാധാനമാണ് ഇവിടെ. അപ്പോൾ ഇനി ഞാൻ പോയിട്ട് ഇന്നലെ ആ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്ത വീഡിയോ കാണിച്ചു തരാം. ഓക്കെ, ഗിഫ്റ്റ് അൺബോക്സിങ്ങിന് മുന്നേ ഗൈസ് ഞങ്ങളുടെ മറ്റേ മഞ്ഞ ചരടല്ലേ, ഇതെന്ത് ചെയ്യണം? ഇത് നീരൊഴുക്കില് ഒഴുക്കി വിടണം. ഓക്കെ, അപ്പൊ തോട്ടില് നല്ല നീരൊഴുക്കുണ്ട്. ഓക്കെ, ശരി, ടാറ്റാ, പോയിട്ട് വരാം. ഒഴുക്കിയിട്ട് വന്ന് ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കാണിച്ചു തരാം ഗൈസ്. നമ്മുടെ മഞ്ഞച്ചരട് ഒഴുക്കാനായിട്ട് നമ്മൾ നേരെ കേരള തീർത്ത് വന്നു ഗൈസ്. എടുക്കട്ടെ, തുറക്കൂടാ, ഇനി വീഡിയോ എടുക്കരുത്. നമ്മൾ 2 പേരോട് ഒഴുക്കണമെന്നാണ്. ഓക്കെ, ഇനിയിപ്പോ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്തൊന്ന് കാണിച്ചു തരാം. അപ്പാപ്പോ വന്നല്ലേ? മഴ ഞങ്ങള് മറ്റേ ചരട് ഒഴുക്കാൻ ഇറങ്ങിയത്. ചാന്തമ്മ, ചരടില്ലേ, മഞ്ഞ ചരട് ഒഴുക്കാൻ ഇറങ്ങിയത് വെള്ളത്തില്. ഒഴുക്കി കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ സംഭാഷണം തന്നെ. എന്താ കാല് വയ്യ, എന്ത് പറ്റി? ചാന്തമ്മക്ക് ഡ്രസ്സൊക്കെ കൊണ്ടുവന്നേ നമ്മള്. ആര് വന്നേന്ന് നോക്ക് ചാന്തമ്മയെ കാണാൻ. ഞങ്ങൾ കുടുംബവിശേഷങ്ങൾ പറഞ്ഞിട്ട് വരാം ഗൈസ്. ഇവിടെ ഇത്രയും ഗിഫ്റ്റ് നിറഞ്ഞിരിക്കുകയായിരുന്നു. അത് നമ്മൾ അൺപാക്ക് ചെയ്ത് എന്നിട്ട് വേസ്റ്റ് വന്നതെല്ലാം കണ്ട് ഇങ്ങനെ കവറുകളിലായിട്ട് പാക്ക് ചെയ്ത് വെച്ച് ഇവിടെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളിന്ന് ഞാൻ തുടങ്ങാം. ഇത് ആരോ വിഘ്നങ്ങളെല്ലാം മാറിക്കിട്ടണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തന്ന ഗണേശ്വരനാണ് സുഹൃത്തുക്കളെ. ഓം ഗണപതായ നമ. നമുക്ക് ഇന്നത്തെ ഗിഫ്റ്റ് റിവീലിംഗ് തുടങ്ങാം. ഇതും ആരാണ് തന്നതെന്ന് അറിഞ്ഞുകൂടാ ഗൈസ്. ഒരു ചെറിയ പൂവിൻ്റെ ഒക്കെ ഒരു സാധനം ഇത് കിട്ടി. പിന്നെ ഒരു കപ്പിളിൻ്റെ എന്തോ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു. എന്താടാ ഇത്? എന്തോ ഒരു ഐറ്റം, അതും കിട്ടി ഗൈസ്. പിന്നെ അയ്യോ ഇതെന്താ താഴെ പോണത്? പിന്നെ ഇത് എനിക്ക് തോന്നുന്നു കറണ്ടി കൊടുക്കുമ്പോൾ ലൈറ്റ് കത്തുന്ന എന്തോ ഒരു ഐറ്റം ആണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പം ഇത് കിട്ടി. ഇത് കത്തിക്കാനായിട്ട് എൻ്റെ USB ഇല്ല. ഓക്കെ, ഇത് ആരാണ് തന്നെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇത് നോക്കണേ, ഇത് അടിയിൽ മാർബിൾ പീസാണ്. എന്നിട്ട് ഇത് എന്തോ സംഭവത്തിലുണ്ടാക്കി വെച്ചാൽ കൃഷ്ണനും രാധയും കൂടെ. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയത് കൃഷ്ണരാധയുടെ സൈഡിൽ ഓടക്കുഴലൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. എടുത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം ഓടക്കുഴൽ എന്ത് ചെയ്യുക,
കൃഷ്ണനും രാധയും ഇതൊരു സെറ്റപ്പായിട്ട്. ഇതൊക്കെ ഡെക്കറേഷൻ, ഇത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ പാലുകാച്ചിന് കിട്ടേണ്ട സാധനങ്ങളല്ലേ. വീട്ടിലാണ് നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഐറ്റങ്ങളൊക്കെ വെക്കേണ്ടത്. ഗൈസ് എനിക്ക് ഒരു ഐഡിയ ഇല്ല ഈ ഐറ്റങ്ങളൊക്കെ നമ്മൾ എവിടെയാണ് വെക്കാൻ പോകുന്നത്. ഇത് ആരോ കൊണ്ടുവന്ന ഗൈസ്, ഇതിലൊന്നും പേരില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ച് പേരുള്ളത് ഞാൻ അടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അൺബോക്സ് ചെയ്യാനായിട്ട്. ഇത് എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഞങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് ഇത് ക്ലോക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് പിള്ളേരുടെ ഫോട്ടോ എടുത്ത് ഇത് മറ്റേ ബേബി ആവുമ്പോഴത്തേക്ക് ഇത് കണ്ണന് ഗിഫ്റ്റ് കൊടുക്കാം, അല്ല നന്ദൂര് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ സാധനമാണ്. പിന്നെ ആരോ 2 പേര് കാഡ്ബറീസിൻ്റെ മുട്ടായി കൊണ്ടുവന്ന്, 2 പേര് ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ് കൊണ്ടുവന്ന്, പിന്നെ ഇതും ഇതുപോലത്തെ ഇതുപോലത്തെ ഒരു ഡെക്കറേറ്റീവ് ഐറ്റം ആണെന്ന് തോന്നുന്നത്. ഇത് 2 കഷ്ണമായിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ ഇന്നലെ അൺബോക്സ് ചെയ്യാൻ വിട്ടുപോയി എന്ന് തോന്നുന്നു. എന്താ ഇത്? പെണ്ണാണോ? ഓ ഗൈസ്, അപ്പോൾ ഇപ്പുറത്തെ ഒരു പയ്യനൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതെന്താ ഇത്? ഇതുകൂടെ പൊട്ടിച്ച് നോക്കട്ടെ ഗൈസ്. എനിക്കിതിൻ്റെ ശാസ്ത്രീയമായ വശം മനസ്സിലാവുന്നില്ല സുഹൃത്തുക്കളെ. ഓ ഇങ്ങനെ തന്നെ ഇത് തിരിച്ചാണ്? അങ്ങനെയല്ല. ഓക്കെ, എടി ഒരു പയ്യനും ഒരു പെണ്ണും സെറ്റ്. കൊള്ളാം ഗൈസ്, താങ്ക് യു സോ മച്ച്. ഇത് ആരാണ് തന്നതെങ്കിലും. ഗൈസ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താ വർഷം കാണിക്കാത്തതെന്ന്. ബേസിക്കലി അവൾക്ക് അങ്ങനെ വ്ളോഗിൽ അധികം വരാൻ താല്പര്യം, പക്ഷേ എല്ലായിടത്തും അവൾ എൻ്റെ കൂടെ കാണും. വ്ളോഗ് ഞാൻ മാക്സിമം അവളെ കിട്ടാത്ത രീതിയിൽ ഫ്രെയിം ചെയ്താണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ് ഹെർ പ്രൈവസി കൺസേൺസ് ആൻഡ് റെസ്പെക്ട് ഹെർ പ്രൈവസി കൺസേൺസ്. അല്ലേടാ? താങ്ക് യു. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു ഗൈസ് അത്. ഓക്കെ, അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു വീട് വെച്ച് കഴിയുമ്പോൾ നമുക്ക് വീട്ടിനകത്ത് എവിടെയെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനാണ്. പക്ഷേ എൻ്റെ ബലമായ സംശയം ഈ സാധനങ്ങൾ വീട് വെച്ച് കഴിഞ്ഞാൽ അപ്പം വീട് വെക്കാൻ നേരത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഞാൻ എവിടെ കൊണ്ടുവെക്കും? ഓക്കെ, പിന്നെ ഇങ്ങോട്ട് നിങ്ങൾ തിരിയാണെങ്കിൽ ഇവിടെ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം പോലെ ഗൈസ് ഗിഫ്റ്റുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആദ്യം തന്നെ ചെറുതും തുടങ്ങാം. ഇത് ആരോ എനിക്ക് തന്ന ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ചാണ്. ഇത് ഒരു ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച്, ഇത് അടുത്ത ഫാസ്റ്റ് ട്രാക്കിൻ്റെ വാച്ച്. ഇത് രണ്ടുമൊക്കെ ഇനി ഇടയ്ക്ക് മഴവില്ലൊക്കെ പോകുമ്പോഴത്തേക്കും ഓരോ എപ്പിസോഡിന് കെട്ടിക്കൊണ്ട് കയറാം. എനിക്ക് സുബ്രഹ്മണ്യ സ്വാമിയുടെ വളരെ കുറച്ച് സാധനങ്ങൾ കിട്ടുള്ളൂ. അതിലൊന്ന് അവളുടെ കൂട്ടുകാരി ദേവസേന തന്നതാണ്, മറ്റേ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ക്ലോക്ക്. അതും പിന്നെ എനിക്ക് കിട്ടിയത് ഇതാണ് ഗേസ്. നല്ലൊരു ഇത് കേട്ടാ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭഗവാനെ ഇവിടെ ഇരിക്കട്ടെ. പക്ഷേ എനിക്ക് ഈ ഇങ്ങനെയുള്ള സാധനങ്ങൾ വീട്ടിൽ വയ്ക്കാനായിട്ട് ടെൻഷനാണ്. പിന്നെ ഇതും കൃഷ്ണനും രാധയുടെയും എന്തോ ഒരു ആർട്ട് വർക്ക്, അതും അടിപൊളി. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഏറ്റവും കൂടുതൽ കിട്ടിയത് കൃഷ്ണനും രാധയാണ് ഞങ്ങൾക്ക്. കൃഷ്ണനും രാധയും തട്ടിയിട്ട് പോയി വീട്ടിൽ ആർക്കും നടക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഇത് ഇന്നലെ കിട്ടിയാണോടാ? ഗൈസ് ഇതൊരു പൂച്ചട്ടി, നല്ല രസമുണ്ട്. ഇത് എവിടെയെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് പീസായിട്ട് വെക്കാൻ പറ്റുന്ന സാധനമാണ്. അനന്തപത്മനാഭൻ ഭഗവാനെ. ഇത് ആരോ ഹാൻഡ് ഡ്രോൺ ആയിട്ട് എന്നെയും വർഷം കൂടെ വരച്ചതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. താങ്ക് യു. പിന്നെ ഗൈസ് ഇതൊക്കെ തുടക്കം മാത്രമാണ്. കൃഷ്ണനും രാധയുടെയും വേറെ ലെവൽ ആർട്ട് വർക്കുകൾ വരാൻ കിടക്കണേ ഉള്ളൂ. ഇതൊരു നല്ല മിനുക്കൊക്കെ ഉള്ള ഒരു കൃഷ്ണനും രാധ കണ്ടാ. വീണ്ടും ഒരു കൃഷ്ണനും രാധ ഇവിടെ ഉണ്ട്. പിന്നെ ഇത് ബുദ്ധൻ നമ്മളുടെ ബുദ്ധനെന്ന്. ഓക്കെ, ബുദ്ധൻ. പിന്നെ ഇത് കഥകളി. ഇത് ഓടുന്ന കുതിര. 7 എണ്ണം ഉണ്ട്. എൻ്റെ 1 2 3 4 5 6 7. ഇത് ഐശ്വര്യത്തെയും പുതിയ തുടക്കത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട് ഗൈസ്. ഇത് വിൻഡോസ് എക്സ്പിയുടെ ഒരു വാൾപേപ്പർ. ഓക്കെ, നീ സൈഡിലോട്ട് ചേട്ടാ, പിടിച്ചോ, ഞാൻ ബാക്കി കാണിച്ചു കൊടുക്കാം. ഓക്കെ, ഇനി പെയിൻറ്റിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇത് എൻ്റെയും വർഷയുടെയും 3 ഫോട്ടോസ്. ഇത് സേവ് ദ ഡേറ്റിന് എടുത്തത്, ഇത് കല്യാണത്തിന് എടുത്തത്, ഇത് ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് എടുത്തത്. ഗൈസ് എൻഗേജ്മെൻറ്റിൽ എൻ്റെ ഫേസും കല്യാണത്തിൽ എൻ്റെ ഫേസും നിങ്ങൾ നോക്കുകയാണെങ്കിൽ 84 കിലോയും 72.5 കിലോയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാവുമെന്ന് അറിഞ്ഞുകൂടെ. ഞാൻ ഒരു ട്രാൻസ്ഫോർമേഷൻ വീഡിയോ സെറ്റ് ആക്കുന്നുണ്ട് ഉടനെ, കാരണം അതിനും മാത്രം വെയിറ്റ് കുറച്ച് ഗൈസ് നമ്മളൊരു 10-12 മാസം കൊണ്ട്. പിന്നെ ഇത് ഒരു ഫോട്ടോ ഫ്രെയിമാണ്. ഇതിൻ്റെ അകത്ത് വേണമെങ്കിൽ മറ്റേ ഫോട്ടോ വെച്ചിട്ട് ലൈറ്റ് ഇട്ട് വെക്കാം, വേണമെങ്കിൽ എടുക്കാം കേട്ടാ.
ഇത് കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട് ആരാണെന്ന്. ഇത് WJ പ്ലംബിംഗ് ആൻഡ് സാനിറ്ററി എഞ്ചിനീയറിംഗ് വർക്ക്സ്, കാട്ടാക്കട, തിരുവനന്തപുരത്ത് നിന്ന് കിട്ടിയ ഒരു മനോഹരമായ ഞങ്ങളുടെ പെയിൻറ്റിംഗ് ആണ് സുഹൃത്തുക്കളെ. താങ്ക് യു സോ മച്ച്. ഇത് വീണ്ടും ഇത് നമ്മുടെ ട്രാവൻകൂർ കൺവെൻഷൻ സെൻറ്ററുകാർ തന്ന ഒരു പെയിൻറ്റിംഗ് ആണ്. ഓക്കെ, ഇത് ഞാനും വർഷമായിട്ടുള്ള വേറൊരു പെയിൻറ്റിങ്. ഈ ഒരു ഫ്രെയിമാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഞങ്ങൾക്ക് ഫ്രെയിം ചെയ്ത് തന്നിട്ടുള്ളത്. എടാ ഈ ഫോട്ടോ അല്ലടാ നിങ്ങൾ ഞങ്ങൾക്ക് തന്നത്. നമ്മുടെ ഇവിടുത്തെ പയ്യന്മാർ നിതിൻ, ജോബി, സന്ദീപ്, കുട്ടി എല്ലാവരും കൂടെ ഇതിൻ്റെ ഒരു മുതുക്ക് പെയിൻറ്റിങ്, അത് എവിടെ വെക്കണമെന്ന് പോലും അറിഞ്ഞൂടാ. അത് എൻ്റെ റൂമിൽ വെച്ചേക്കാണ്. ഇത്ര പൊക്കമുണ്ട് കേസ്. അത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ജന്നൽ മറയും ആ സൈസ്. അത് കിണ്ണം കാച്ചിയ സാധനം. അപ്പം ഇതാരാണ് തന്നതെന്ന് എഴുതിയിട്ടില്ല, ബട്ട് താങ്ക് യു സോ മച്ച്. പിന്നെ ഇതാണ് കിടില ഫ്രെയിം, ഇനി ഒന്നും പറയാനില്ല. ഞാനും ഓളെന്നാണ്ട സൈഡിൽ നിൽക്കുന്ന ഒരു പഴയ വീട്, അമ്മച്ചി വീട് എന്തോ ഒരു വീട്. അപ്പോൾ ഈ സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓക്കെ, അപ്പോഴത്തേക്കും ഞങ്ങളുടെ ആർട്ട് വർക്കുകൾ ഇത് വേറൊരു ഫോട്ടോ ഫ്രെയിം. ഇതും രണ്ടിടത്ത് ഫോട്ടോ വെച്ചിട്ട് ലവ് എന്നൊക്കെ ഉണ്ട്, ക്ലോക്ക് സമയം കാണാനായിട്ട് ഉപയോഗിക്കാം. ഇതും നേരത്തെ കണ്ട പോലത്തെ ഒരു ആർട്ട് വർക്ക്. ഒരു ഏഞ്ചൽ നിന്നിട്ട് 2 കപ്പിളിനെ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതെ, അത് തന്നെ. ഇതെന്താ ഇങ്ങനെ ഒരു സാധനം ഇരിക്കണത്? ഏഞ്ചലിൻ്റെ കൈയാണെന്ന് തോന്നുന്നു. ഓക്കെ, എന്തായാലും താങ്ക് യു സോ മച്ച് ആരാണ് തന്നെങ്കിലും. ഓക്കെ, ഇനിയാണ് നമ്മുടെ പെയിൻറ്റിങ് മഹാമഹത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ഫ്രൂട്ട് ബാസ്ക്കറ്റ് കൊണ്ട് നിൽക്കുന്ന ഒരു ചേച്ചി. താങ്ക് യു ചേച്ചി. ഇതും എനിക്ക് അറിഞ്ഞുകൂടാ ആരാണ് തന്നതെന്ന്. ഇതുണ്ടല്ലോ ഗൈസ്, ഇത് നമ്മുടെ ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒരു ആണ്ടിരിക്കണം. ഇങ്ങനെ കൊണ്ടെങ്കിൽ ഇതെനിക്ക് കാണിച്ചു തരാമായിരുന്നു ഞങ്ങൾക്ക്. ഫ്രീ ബേർഡ് എന്ന് പറഞ്ഞിട്ട് പണ്ടത്തെ വ്ളോഗ് കാണുന്നിടത്താണെങ്കിൽ നമ്മൾ ചൂണ്ടയിടാൻ ആക്കുളത്ത് നിന്ന സമയത്ത് ഒരു പയ്യൻ ഹിച്ച് ഹൈക്കിങ്ങിന് വേണ്ടി പോകാനായിട്ട് വന്നു. അവൻ്റെ പേരാണ് ഫ്രീ ബേർഡ്. അപ്പോൾ അവനും അവൻ്റെ ഫാമിലിയും കൂടെ ചേർന്ന് വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ്. ഇതുണ്ടല്ലോ ഗൈസ്, ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും വെഡ്ഡിങ് ആൽബത്തിൽ നിന്നുള്ള ഒരു പേജാണ്. പക്ഷേ ഇതിനകത്ത് AI വെച്ചിട്ട് അച്ഛൻ്റെ മുഖത്ത് എന്നെയും അമ്മയുടെ മുഖത്ത് അവളെയും കൂടെ ചെയ്ത് അത് എന്തോ പോലെ ഇരിക്കുന്നു. ഇതിപ്പോൾ ഞാനും അല്ല, അച്ഛനും അല്ല, അവളും അല്ല, അമ്മയല്ല. വ്യത്യസ്തമായ ഒരു ആർട്ടിസ്റ്റിക് പരമായിട്ടുള്ള ഫ്രീ ബേർഡിൻ്റെ അപ്രോച്ചിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷേ എടാ ഇവർ രണ്ടുപേരെ മാറ്റിയിട്ട് എന്നെ അവളെ വെച്ചാലും മതിയായിരുന്നു സാധനം. പക്ഷേ ഇത് ഹൈബ്രിഡ് ആർട്ട് വർക്ക് അങ്ങനെ പറയാം ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫ്രീ ബേർഡ് മുത്തേ, നല്ലതായിട്ടുണ്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ട്. നീ അത് എഫർട്ട് എടുത്തല്ലോ അതിന് വേണ്ടിയിട്ട്. ഇതെന്തോന്ന് കേസ്, എനിക്ക് ഒരു ഐഡിയ കിട്ടണില്ല. ഇത് മറ്റേ കല്ലൊക്കെ വെച്ചിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കല്ല് വെച്ചിട്ടുള്ള സാധനങ്ങൾ വരുന്നത്. കാരണം ഒരുപാട് പെയിൻറ്റിങ് ഞങ്ങൾക്ക് ഇങ്ങനെ കിട്ടി. ഇത് പക്ഷേ നല്ല രസമില്ലേ? ഇതെനിക്ക് തോന്നുന്നു AI വെച്ച് ചെയ്തായിരിക്കും എന്ന് തോന്നുന്നു. ആണോ? ഇതെന്തായാലും കിടിലം പെയിൻറ്റിങ്, ഇത് നല്ല കിടിലം ആർട്ട് വർക്ക്. ഇതൊക്കെ എനിക്കൊന്ന് അതെന്ത് സാധനം, അത് കിട്ടില്ല കേട്ടോ. ഇത് വീണ്ടും ഒരു ബുദ്ധനെ കിട്ടിയിരിക്കുകയാണ്. ഈ ബുദ്ധനെയും വെക്കാൻ ഞങ്ങൾക്ക് സ്ഥലമില്ല, അതുകൊണ്ട് ഇതെല്ലാം ഞങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നതായിരിക്കും. എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുക്കാം. വീണ്ടും കൃഷ്ണനും രാധയും. ഇവിടെ എന്ത് രസമല്ലേ കൈസാണ്ട. വീണ്ടും ഞാൻ പറഞ്ഞില്ല, കല്ല് പതിപ്പിച്ച ഡിസൈനിൻ്റെ ഫാഷനാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇതും ആരാണ് തന്നതെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല, ബട്ട് ആരാണ് തന്നതെങ്കിലും ഒരുപാട് നന്ദി. വീണ്ടും കൃഷ്ണൻ രാധയും കണ്ട കല്ല് പതിപ്പിച്ച പെയിൻറ്റിങ്, അടിപൊളി. താങ്ക് യു സോ മച്ച്. ഇത് അതിമനോഹരമായ ഒരു നാച്ചുറൽ ബ്യൂട്ടി പെയിൻറ്റിങ്. ഇതും ചുമര് തൂക്കാനുള്ളതാണ് ഗൈസ്. ഇതൊക്കെ ഞാൻ എവിടെ തൂക്കും ഗൈസ്. ഇത് പക്ഷേ അടിപൊളിയായിട്ടുണ്ട്. വീണ്ടും താങ്ക് യു സോ മച്ച്. എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കൃഷ്ണൻ രാധ ഇതാണ്. എന്ത് കളർഫുൾ സാധനമല്ലേ ഗൈസ്, അടിപൊളി കേട്ടോ. ഇതും ആരാണ് തന്നതെന്ന് അറിയില്ല, ബട്ട് അന്ന് ആരാണെങ്കിലും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇത് കൃഷ്ണൻ രാധയാണ്. എന്തോ സ്ത്രീ രൂപം, കൃഷ്ണന്റെ സ്ത്രീ രൂപമോ അങ്ങനെ ഉണ്ടല്ലേ? ഇതും എന്തോ ഗൈസ് എനിക്ക് അറിയില്ല. അറിയാന്നുള്ളവർ പറഞ്ഞു തരും ഇതെന്താണെന്ന്. എന്തായാലും ദൈവങ്ങളായിരിക്കും. അപ്പോൾ ദൈവങ്ങൾ. ഓക്കെ, താങ്ക് യു. ഇത് കരിമ്പുലി. ഇത് ഗൈസ് 3D കരിമ്പുലിയാണ്. ഇത് ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് പുറത്തോട്ട് ഇറങ്ങി വരണതൊക്കെ തോന്നും. കാണാൻ പറ്റുമോ? എൻ്റെ അകത്ത് കാണാൻ പറ്റുമല്ലേ ഗൈസ്? അടിപൊളി ഒരു കരിമ്പുലിയൊക്കെ ഞാൻ എവിടെ തൂക്കുമോ എന്തോ ഗൈസ്. വീട്ടിലൊക്കെ ഉണ്ട്, രാത്രി പേടിക്കും. ആണ്ട ഗൈസ്. വീണ്ടും കൃഷ്ണനും രാധയും ഗൈസ്. വീണ്ടും കൃഷ്ണനും രാധയും നമ്മൾ അനുഗ്രഹിച്ചിട്ടുണ്ടടാ. താങ്ക് യു സോ മച്ച് ഫോർ ദ കൃഷ്ണൻ രാധയും ഗൈസ്. പിന്നെ ബ്രഹ്മചാരിയായ അയ്യപ്പസ്വാമി, കല്യാണത്തിന് അയ്യപ്പസ്വാമിയെ തന്നതിന് ഒരുപാട് നന്ദി. പക്ഷെ നല്ല രസമുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ വീട്ടിൽ മറ്റേ പൂജാ റൂമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കാനായിട്ട്. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾക്ക് ഇപ്പോൾ പൂജാ റൂമില്ല. പുതിയ റൂം വരുമ്പോഴത്തേക്ക് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാം. വീണ്ടും കൃഷ്ണനും രാധയും ഗൈസ്. വീണ്ടും കൃഷ്ണൻ രാധ വന്നേക്കാണ്. അങ്ങനെ ആർട്ട് വർക്കുകൾ നമ്മളൊരു സൈഡിലോട്ടാക്കി. ഇത്
ഹാൻഡ് വർക്കായിട്ടുള്ള ഒരു സാധനം. ഇത് നമ്മുടെ ബമ്പർ ചിരിയിലൊക്കെ വന്നിട്ടുള്ള അഞ്ജന അർച്ചന എന്ന് പറഞ്ഞ 2 പിള്ളേരാണ് കേട്ടോ. പണ്ട് കാലം മുതക്കെയുള്ള നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ്. ഡിയർ കാർത്തികേട്ട ആൻഡ് വർഷ, ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത്. ചേട്ടൻ്റെ പണ്ട് മുതലുള്ള സബ്സ്ക്രൈബർ എന്ന രീതിയിൽ ചേട്ടൻ്റെ അപ്സ് ആൻഡ് ഡൗൺസ് ഹാപ്പിനെസ് എല്ലാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ലൈഫിൽ ഏറ്റവും ഹാപ്പിയസ്റ്റ് ഡേ ആയിട്ടുള്ള കല്യാണത്തിന് അതിൻ്റെ ഭാഗമാകാൻ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഞങ്ങളുടെ ആഗ്രഹം പോലെ ചേട്ടൻ കല്യാണം വിളിക്കുകയും വരാൻ പറ്റിയതിൽ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. എന്ത് ഗിഫ്റ്റ് വേണം എന്ന് ഞങ്ങൾ ഒരുപാട് ആലോചിച്ചു. അവസാനം എപ്പോഴത്തെയും പോലെ ഞങ്ങൾ സ്വന്തമായി ചെയ്ത എന്തെങ്കിലും ഗിഫ്റ്റ് ആവാം എന്ന് കരുതി അവര് വിത്ത് ലോട്ട്സ് ഓഫ് ലവ് എന്റെയും വർഷയുടെയും. ഈ ആർട്ടിന് എന്താണ് പറയണത്, തുണിയിൽ എന്തോ ഒരു ഫാബ്രിക് ആർട്ട് ആണെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും പിള്ളേര് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ട അവരുടെ ഇത് പേരൊക്കെ ഉണ്ട്, കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച് മക്കളെ, വന്നതിനും പരിപാടി എൻജോയ് ചെയ്തതിനും ഈ ഗിഫ്റ്റിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ഇനി ഈ ഏരിയയിലോട്ട് വരുമ്പോഴാണ് വീട്ടിൽ അമ്മ എക്സൈറ്റഡ് ആവാൻ പോകുന്നത്. ഇത് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചു കുടിക്കാനായിട്ടുള്ള ജഗ്ഗും കപ്പും. എൻ്റെ മോനെ, ഇത് അടിപൊളി സാധനം കേട്ടോ. അത് ബ്ലിങ്ങനെ ഇരിക്കണം, കൊള്ളാം. ഇത് ചാട്ട്, ഇതെന്താ ഇത്, കപ്പ്. ഗൈസ് കുഞ്ഞ് കപ്പാണ്. വീട്ടിൽ കുറച്ച് മാത്രം ചായ കുടിക്കുന്ന ആരെങ്കിലും വരുന്നെങ്കിൽ അവർക്ക് ചായ കൊടുക്കാനും അവർക്ക് സ്നാക്സ് ഇട്ട് കൊടുക്കാനായിട്ടുള്ള ഒരു ചെറിയൊരു സാധനം. ഇതാരാണ് തന്നതെങ്കിൽ നന്ദി. ഇത് മറ്റേ കാസറോള്, ഒരു ചെറിയ കാസറോളുണ്ട് ഗൈസ്, അതിനും താങ്ക് യു. ഇത് പ്ലേറ്റും ഈ സോസറും വരുന്ന ഒരു സെറ്റാണ് ഗൈസ്. നല്ല സാധനം. ഇതുപോലെ തുറന്നാൽ ഞങ്ങൾക്ക് ആദ്യത്തെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിൽ ഞാൻ അൺബോക്സ് ചെയ്തായിരുന്നു. അപ്പോൾ ഇതിനും താങ്ക് യു. ഇത് ചായ കുടിക്കാനായിട്ടുള്ള വീണ്ടും കപ്പിൻ്റെ ഒരു സെറ്റ്. എന്തോരം ചായ കൊടുക്കും ഗൈസ് ഞങ്ങൾ ആൾക്കാർക്ക്, എന്തുമാത്രം ചായ നമുക്ക് കുടിക്കാം. പിന്നെ ഇതും ചായയുടെ തന്നെ ഒരു കപ്പും അതിൻ്റെ കൂട്ടത്തിൽ ചിപ്സൊക്കെ ഇടാനായിട്ടുള്ള ഒരു സെറ്റപ്പ്. ശ്രീലടി അതെ. ഇത് വീണ്ടും കപ്പാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഡിസൈനിലുള്ള കപ്പുകളാണ് ഗൈസ്. അപ്പം ഇതുണ്ട്. ഓക്കെ, അപ്പം ഇതിനും താങ്ക് യു. പിന്നെ ഇതും പ്ലേറ്റ്, കപ്പ് ഇത്യാദി സാധനങ്ങൾ, പിന്നെ കറിയൊക്കെ ഒഴിക്കാനായിട്ടുള്ള ഒരു ഇതും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിനും താങ്ക് യു. ഇത് നല്ല രസമുള്ള സാധനമാണ് ഗൈസ്. മിനിയേച്ചർ വിളക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മിനിയേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മിനിയേച്ചർ. ഇതിലെങ്ങനെ വിളക്ക് കത്തിക്കും എന്നെനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം ഇതിനകത്ത് എവിടെ എണ്ണ ഒഴിക്കും നമ്മൾ. ഇത് പൂരമുള്ള സാധനം. ഇനി കിണ്ടി, അയ്യടാ. ഇത് കുഞ്ഞ് മൊന്ത, ഇത് കുഞ്ഞ് കർപ്പൂര തട്ടം ആണെന്ന് തോന്നുന്നു. ആയിരിക്കും. അങ്ങനെ എല്ലാത്തിൻ്റെ ഒരു മിനിയേച്ചർ വേർഷൻ വിത്ത് എ മിനിയേച്ചർ തട്ടം. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ആരാണ് ഈ ഗിഫ്റ്റ് തന്നതെങ്കിലും അവർക്ക് ഒരുപാട് താങ്ക് യു. പിന്നെ ഇതും വീണ്ടും ഗൈസ് കപ്പും സോസറും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളാണ്. ഇതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ച് പാക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വെച്ചേക്കണത്. എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുമ്പോഴല്ലേ, പുതിയ വീട് പണി കഴിയുമ്പം അങ്ങോട്ടത്തേക്ക് നമുക്കിത് എടുക്കാം. ഇത് വീണ്ടും ഊഞ്ഞാലിലാടുന്ന ഒരു കപ്പിൾ, ഊഞ്ഞാലിലാടുന്ന കപ്പിള്. അപ്പോൾ ഇവിടെ ഇതേത് വേട്ടാളിയെ, ഓ ഗൈസ്, മറ്റേ അമ്മയാണ് അവൻ. എടാ അവൻ്റെ പേരെന്തിനായിരുന്നു? ക്യൂപ്പിഡ്. അപ്പോൾ ഗൈസ് ഈ കപ്പിളിന് സ്നേഹം പടർത്താനായിട്ട് ക്യൂപ്പിഡ് സൈഡിൽ നിൽക്കുന്നതാണ്. അയ്യോ മണ്ടയിലും ഉണ്ട് ഗൈസ്, ഇവിടെ തെങ്ങിലും തൂങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു ആർട്ട് വർക്ക്. ഇതും എനിക്ക് തോന്നുന്നു ചുമരി തൂക്കാനുള്ളതാണ് കേട്ടോ ഗൈസ്. അതുകൊണ്ട് ഇവിടെ ഹോളുണ്ട്. അപ്പം ഇത് നമുക്ക് തൂക്കാൻ സ്ഥലമില്ല. എന്തോരം ഗിഫ്റ്റുകളാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാതായി പോണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അയ്യോടാ ഗൈസ്, വെണ്ണ കട്ട് തിന്നുന്ന ഒരു ഉണ്ണിക്കണ്ണൻ. ആലിലക്കണ്ണ വേഗം വായോ, നീ കളിയാടാനും പാടാനും കൂടെ വായോ. നല്ല കണ്ണൻ. പിന്നെ ഇത് എനിക്ക് തോന്നുന്നു ഭരണി, ഒരു കുഞ്ഞു ഭരണിയാണ് ഗൈസ്. ആർട്ട് വർക്കൊക്കെ ഉള്ള ഭരണി. എനിക്ക് ഇത് കൊടുത്തു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ചിലപ്പം എന്തെങ്കിലും അച്ചാറോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ പറ്റുമായിരിക്കും. ഇത് ഭരണി. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഡ്രസ്സാണ്. ഇത് ബെഡ്ഷീറ്റ് അല്ലേ? ഇത് ബെഡ്ഷീറ്റ് ഗൈസ്, ഈ കളറിലുള്ള ഒരു ബെഡ്ഷീറ്റ്. ഇത് ഒരു ഷർട്ട്. എടി ഇത് ഓറഞ്ച് അല്ലേ? അതെ, നമുക്ക് ഹൽദിക്ക് കിട്ടിയില്ലെങ്കിലും ഒരു ഓറഞ്ച് ഇതേ സെയിം കളറിലുള്ള ഒരു ഷർട്ടാണ് നമ്മുടെ മനു ഇട്ടുകൊണ്ട് വന്നത് ഹൽദിക്ക്. ഇതേപോലെ സെയിം ഡിസൈനിലുള്ള. അപ്പം എനിക്കും അങ്ങനെ തുറന്ന കിട്ടി. ആരാണ് തന്നതെങ്കിലും താങ്ക് യു സോ മച്ച്. ഇത് ഉടുപ്പ്. ഇത് എനിക്ക് ഒരു ഉടുപ്പാണെന്ന് തോന്നുന്നു ഗൈസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഉടുപ്പ്. ഇതിൻ്റെ അകത്ത് ഇത് ഒരു സാരി. ഇങ്ങനത്തെ സാരിയൊക്കെ അവൾ ഉടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എന്നാലും തരാൻ കാണിച്ച മനസ്സിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇത് വലിയ സാരിയാണെന്ന് തോന്നുന്നു കേട്ടോ. 6.5 മീറ്റർ ഉണ്ട്. ബ്ലൗസും ഉണ്ട് അതിൻ്റെ കൂടെ. ആണല്ലേ, അത്രയും ഉണ്ടല്ലേ.
അപ്പം പിന്നെ സോറി ഗൈസ്, എനിക്കിതിനെക്കുറിച്ച് വലിയ ഐഡിയ ഇല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, ഇത് ഗിഫ്റ്റ് ഹാമ്പർ. ഇവിടെയൊക്കെ മുട്ടായി ആയിരുന്നു, അത് ഇവിടെ ഉള്ളവന്മാരൊക്കെ പറക്കി തന്നു. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഷർട്ടുണ്ട്. ഇതിൻ്റെ ഒരു എഴുത്തുമുണ്ട്. അയ്യോ, ഇത് മിമ്മൂസ് എന്നാണ് കേട്ടോ ഗൈസ്. മിമ്മൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർശ്രീയിൽ വന്ന് ഇപ്പോൾ അവളൊരു സീരിയലിൽ മെയിൻ റോള് ചെയ്യുകയാണ്. കുഞ്ഞു ആവയാണ് അവള്. ഹാപ്പി മാരീഡ് ലൈഫ് കാർത്തികേട്ട ആൻഡ് വർഷ ചേച്ചി, ഗോഡ് ബ്ലസ് യു വിത്ത് ലവ് മിമ്മൂസ് എന്ന്. താങ്ക് യു സോ മച്ച് മക്കളെ. അപ്പോൾ അവള് എനിക്കൊരു ഷർട്ടും എടുത്തു തന്നു ഗൈസ്. മീഡിയത്തിലോട്ട് എത്തുന്നേ ഉള്ളൂ ഞാൻ. പിന്നെ കൂട്ടത്തിൽ കുറച്ച് ചോക്ലേറ്റും ഇതൊക്കെ വേണം. അല്ല, ഇത് എൻഗേജ്മെൻറ്റിൻ്റെ ആണെന്ന് തോന്നുന്നു അല്ലേ? ഉണ്ടടിയും ഉണ്ട്. നമുക്ക് മേശപ്പുറത്ത് വയ്ക്കാനൊന്നുമില്ലെന്ന് പറഞ്ഞ് കുഞ്ഞു സാധനം. ഓക്കെ, അപ്പം ഞങ്ങളുടെ സേവ് ദ ഡേറ്റിന് ഒരു ഫോട്ടോ വെച്ചിട്ട് ഇത് ഞങ്ങളുടെ മേശപ്പുറത്ത് പോകും മിക്കവാറും. താങ്ക് യു മിമ്മൂസിനും മിമ്മൂസിൻ്റെ ഫാമിലിക്കും നമ്മുടെ കല്യാണത്തിന് വന്നതിലും പങ്കെടുത്തതിലും ഒരുപാട് താങ്ക് യു. ഇത് ഞാൻ 2 കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. ഓക്കെ, ഇത് കരിയൻ ദേവീക്ഷേത്ര ട്രസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു മംഗളപത്രം. പവിത്രമായ നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൽ ഇത് ഒരുപാടുണ്ട് ഗൈസ്. നിങ്ങൾ നോക്കൂ. മാംഗല്യത്തിലൂടെ ശ്രീകോരുന്ന പുണ്യ ആത്മാക്കളായ നവദമ്പതികളെ. ഓക്കെ, അപ്പോൾ ഇത് അവരുടെ ഭാഗത്തു നിന്ന്, കരിയൻ ദേവീക്ഷേത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ചെറിയൊരു മൊമെൻറ്റോ. വീണ്ടും ഒരു ഷർട്ട്. ഇത് ലോറൻസ് ജിബ്. നമ്മുടെ ലോറൻസ് ഏട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബമ്പർച്ചിരിയിൽ ജിബ് ഉണ്ടല്ലോ, ഒരു വലിയ ക്രെയിൻ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന അണ്ണനാണ്. അപ്പോൾ അണ്ണൻ എനിക്കൊരു ഷർട്ട് തന്നിരിക്കുന്നു. താങ്ക് യു സോ മച്ച് അണ്ണ. ഞാൻ ബമ്പർച്ചിരി വരുമ്പോൾ ഇതിടാം. പിന്നെ ഒരു ഓട്ടോയുടെ ഒരു കവറും കൂടെ ഉണ്ട്. ഒരു ഷർട്ട് കൂടെ. ഇത് ആരാണ് തന്നതെന്ന് ഇല്ല. അപ്പോൾ ആരാണ് തന്നതെങ്കിലും ഈ ഷർട്ടിന് ഒരുപാട് താങ്ക് യു. ഇത് ഞാൻ വരും കാല വ്ളോഗുകളിൽ ഇടുന്നതായിരിക്കും. അയ്യോ, ഇവിടെ എന്തായിരുന്ന പേര്? കളത്തിൽ ബ്രദേഴ്സാ? കലത്തിൽ. ഞങ്ങൾ കലത്തിൽ എന്നാണ് വായിച്ചത്, പക്ഷെ അവന്മാർ കളത്തിൽ ബ്രദേഴ്സ് ആണെന്നാണ് എൻ്റെ ബലമായ വിശ്വാസം. ഇനി എവിടെ വെക്കൂടാ? ഇതൊരു മുതുക്ക് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്ക്, എൻ്റെ ഇത് തൊട്ട് ഇതുവരെ ഉണ്ട്. ഇത് വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് തൂക്കാടാ നമുക്ക്. അച്ഛൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ആരാ ഇതെന്നൊക്കെ. പക്ഷെ നോക്ക്, ഇതിൻ്റെ അകത്ത് ഇത് മൂവ് ചെയ്യണം നമുക്ക് കാണാം കേട്ടോ. സമയം തെറ്റാണ് പക്ഷേ ഇതിൽ കൊടുത്തേക്കണത്. ഓക്കെ, അപ്പോൾ ഇതുണ്ടല്ല, ഇതിൻ്റെ ബാക്കിൽ സ്ക്രൂ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഈ സ്ക്രൂ ഇളക്കി നമ്മളിനി ഇത് എവിടെയെങ്കിലും കൊണ്ടുപോയി തൂക്കണം. ഇത് തൂക്കിക്കഴിഞ്ഞാൽ എൻ്റെ ചുമരിന് താങ്ങുമെന്നാണ് എൻ്റെ സംശയം. അതിനും മാത്രം വലിയ ക്ലോക്ക്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് എൻ്റെ എഡിറ്റർ നിതിൻ്റെ ഫാമിലിയും വന്നപ്പോൾ തന്ന നമ്മുടെ വിളക്കും തട്ടവും കിണ്ടിയും പിന്നെ കർപ്പൂരം വെക്കുന്ന മറ്റേ ഇതും, കർപ്പൂരമല്ല ഗോയ്സ്, അഗർബത്തി വെക്കുന്ന ഒരിതും കൂടെ. അപ്പോൾ അവനും അവൻ്റെ ഫാമിലിക്കും ഒരു വലിയ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു തന്നെ. ഓക്കെ, അവനാണ് ക്യാമറ പിടിച്ചോണ്ടിരിക്കണത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് ആരോ ഭീമയിൽ നിന്നും മേടിച്ചോണ്ടത്. ഇത് വെള്ളിയായിരിക്കും, അതാണ് ഭീമയെന്ന് എഴുതിയിരിക്കുന്നത്. ഓ, ഇതെന്തെന്ന് മനസ്സിലായ? സിന്ദൂരം ഇടുന്ന സിന്ദൂര ചെപ്പ്. അപ്പം ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോവാം. സിന്ദൂരം ഇടാൻ നമ്മുടെ ചെപ്പില്ലായിരുന്നല്ലോ. അപ്പം ഗൈസ്, ഒരു സിന്ദൂര ചെപ്പ് ഞാൻ കിട്ടിയിട്ടുണ്ട്. ഇത് ആരാണ് തന്നതെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ മയോപ്പിയുടെ ഒരു വർഷയെന്ന് എൻഗ്രേവ് ചെയ്തിട്ടുള്ള ഒരു പെർഫ്യൂം ഗൈസ്. നല്ല മണമുള്ള ഒരു സാധനമാണ്. പക്ഷെ ഇതിൻ്റെ കൂടെ കാർത്തിക് സൂര്യൻ എൻഗ്രേവ് ചെയ്ത് ഒരു പെട്ടിയും കൂടെ ഞാൻ അവിടെ കണ്ടായിരുന്നു. പക്ഷെ ആ പെട്ടി എവിടെയാണെന്ന് ഇപ്പോൾ കാണാനില്ല. എനിക്കൊന്ന് ആരുടെയെങ്കിലും വണ്ടിയിലെങ്ങാനും ആയിപ്പോയി കാണാം. അത് തപ്പിയെടുക്കുമ്പോൾ അതുകൂടെ കാണിച്ചിട്ട്. അപ്പോൾ ഇത് തന്നത് ആരാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. കാരണം കസ്റ്റം എൻഗ്രേവിങ്ങും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സാധനം ഗൈസ്. ഇത് നമ്മളിനി ഉപയോഗിക്കുന്നതായിരിക്കും. പിന്നെ ഇതാരോ തന്നതാണ്. വൈൽഡ് സ്റ്റോണിൻ്റെ 4 അടങ്ങുന്ന ഒരു പെർഫ്യൂം പാക്ക്. അപ്പം ഇതിനും താങ്ക് യു സോ മച്ച്. ഇതും നമ്മൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതായിരിക്കും. ഗണേശ്വരൻ്റെ ചുമരിലൊക്കെ തൂക്കിയിടാൻ പാകത്തിനും അല്ലെങ്കിൽ ചുമര് തൂക്കാൻ പാകത്തിനുള്ള ഒരു എന്താണ് അതിന് പറയുക, ഒരു ആർട്ട് വർക്ക്. അങ്ങനെ വന്നപ്പോൾ ഈ ഏരിയ കവറായി ഗൈസ്. അപ്പോൾ ഇനി ഈ ഏരിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഫ്രാഗ്രൻസ് ലാമ്പ് എന്നാണ് പറയണത്. ഇത് എന്തിനുള്ളതാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇത് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരുമോ ഗൈസ്? എന്ന് പറഞ്ഞാൽ ഇത് വെച്ചാൽ കത്തിച്ചാൽ മണം വരുമെന്നാണോ എന്താണെന്ന് എനിക്കറിയില്ല. മണം വരുമെങ്കിൽ ഞാൻ റൂമിൽ കൊണ്ടുവെക്കാം. അപ്പോൾ ഇതൊരെണ്ണം ആരോ തന്നിട്ടുണ്ട്. അതിന് താങ്ക് യു സോ മച്ച്. ഞാൻ ആലോചിക്കണേ, ഗിഫ്റ്റ് കൊടുക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തോരം ഓപ്ഷൻസാണ് ഗൈസ് ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി. ഇത് നമ്മുടെ അവിടെ സ്നാപ് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇത് ഞാൻ പൊട്ടിച്ചില്ല കേട്ടോ.
കണ്ട സ്നാപ്പ് ഷെയർ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പരിപാടിക്ക് ഫോട്ടോ എടുത്തു കഴിയുമ്പോൾ ലൈവായിട്ട് അപ്പം തന്നെ അവിടെ വരുന്ന ആൾക്കാരുടെ ഇതിൽ AI വെച്ചിട്ട് കിട്ടുന്ന ഒരു സർവീസാണ്. അപ്പോൾ അവർ നമുക്ക് തന്ന ഒരു ഗിഫ്റ്റ്. ഇത് അവളും കണ്ടിട്ടില്ല, അവളവിടെ ഇരുന്ന് എത്തി പോകണം. ഇതെന്താ ഇത് നോക്കട്ടെ ഗൈസ്. എന്തോ ഒരു ഉണ്ട അല്ല, ഇത് ഉണ്ടല്ലല്ലേ. ഓ ഗൈസ്, ഞങ്ങൾ ഓടുന്നവരുണ്ട, ഞങ്ങൾ നിൽക്കുന്നതുണ്ട്. എന്താടാ? ഓ ചന്ദ്രൻ, എന്റെ മോനെ. ഓ ഇത് ഇതിലിങ്ങനെ വെക്കാം അല്ലേ? ആ ഓക്കെ, പക്ഷെ കൊള്ളാം. ഇത് മേശപ്പുറത്ത് വെക്കണോടാ. ഇത് ഫോറെവർ എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ അവിടെ മേശ ഇല്ല ഗൈസ്, എന്ന് പറഞ്ഞാൽ മേശയ്ക്ക് സ്ഥലമില്ല ഗൈസ്. ഇതെങ്ങനെ ഓണാവുന്നു, ഇതെങ്ങനെ അണയുന്നു, അതെനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. താങ്ക് യു സോ മച്ച് സ്നാപ്പ് ഷെയർ, ഈ അണയാത്ത ഉണ്ട വന്നതിന്. ആ ഓക്കെ, അണഞ്ഞ് ഗൈസ്. ആഹാ ഗൈസ്, ഇതിൻ്റെ അകത്ത് മയ്യോപ്പിയുടെ കമനീയമായ ശേഖരണം. ആ ഇത് കാർത്തിക് ആൻഡ് വർഷ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടാ. ആ നോക്കട്ടെ, ഇത് കാർത്തിക് ആൻഡ് വർഷ ഗൈസ്. അപ്പം മൂന്ന് പേർക്കുള്ളതായി കേട്ടോ. അല്ല ഐ മീൻ നമുക്ക് 2 പേർക്കും പിന്നെ നമുക്ക് 2 പേർക്കും. ഗൈസ് വേണ്ട, ഇത് കാർത്തിക് സൂര്യ എന്ന് എഴുതിയിട്ട് ഒരു സാധനം. എന്നാടാ ഇത് കാർത്തിക് ആൻഡ് വർഷ എന്ന് എഴുതിയിട്ടുള്ള വേറെ. എടാ മറ്റതിലും സ്നാപ്പ് ഷെയർ എന്ന് എഴുതിയിട്ടുണ്ടോ നോക്കിയടാ? ഇല്ലല്ലേ? ആ ഓക്കെ. അപ്പോൾ പിന്നെ അതല്ല ഗൈസ്. അപ്പം താങ്ക് യു സോ മച്ച് സ്നാപ്പ് ഷെയർ. ഞങ്ങൾ പെർഫ്യൂം അടിച്ചൊരു പരുവാവും ഇനി. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് സ്നാപ്പ് ഷെയർ. വീണ്ടും നമ്മൾ പാത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇത് സ്നാപ്പ് ഷെയറിൻ്റെ വകയായിട്ട് ഒരു ഗ്ലാസ് സെറ്റ്. ഗൈസ് അവർ നല്ല സർവീസ് ആയിരുന്നു കേട്ടോ. എല്ലാവർക്കും കൃത്യമായിട്ട് ഫോട്ടോ കിട്ടി. എല്ലാവരും പടപടേന്നും പറഞ്ഞ് അപ്ലോഡും ചെയ്തു. ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. എല്ലാവരും കല്യാണത്തിന് അവരുടെ സർവീസ് വേണമെങ്കിൽ യൂസ് ചെയ്തോ. വീണ്ടും ഒരു പ്ലേറ്റും ഒരു കപ്പും സോസർ സെറ്റും. വീണ്ടും ഫ്രാഗ്രൻസിൻ്റെ ഇത് അജ്മൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഗൈസ്. അവരുടെ 3 ഫ്രാഗ്രൻസ് ആണ്. 3 ചെറിയ ടിന്നിനകത്ത് വെച്ച്, അല്ല 3 ചെറിയ പെർഫ്യൂം ബോട്ടിലിനകത്ത് വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ് തോട്ട്ഫുൾ ഗിഫ്റ്റ്. ഈ പെർഫ്യൂം ഉണ്ടല്ലോ ഗൈസ്, അത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കും. അത് കൊള്ളൂ. അത് ഞാൻ ബമ്പർച്ചിരി എടുക്കാടി. ഓക്കെ, പിന്നെ ഇതുണ്ടല്ലോ ഗൈസ്, നമ്മുടെ ഐഷു, നമ്മുടെ ബ്ലഷ് വിത്ത് ആഷ്, അവളുടെ പുതിയ ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങിയിട്ട് വർഷയ്ക്ക് അവൾ ഗിഫ്റ്റ് ചെയ്തതാണ്. അവളുടെ ബ്രാൻഡിൽ നിന്ന് തന്നെ ഉള്ള ഒരു സാധനം. ഇത് പെൺകുട്ടികൾക്കാണ് ഇഷ്ടപ്പെടുക എന്ന് തോന്നുന്നു, കാരണം എനിക്കിതിനെപ്പറ്റി വലിയ ഐഡിയ ഇല്ല. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഗൈസ്. ഒരു ബ്രാൻഡ്. ഓ ഗൈസ്, ബ്ലിങ്ങനെ ഇരിക്കണം ഗൈസ്. ഇത് എടി തീർന്നില്ല കേട്ടാ, അപ്പുറത്തും ഉണ്ട് ഗൈസ്. ഇത് ഒരു നെക്ലേസ്, അതിൻ്റെ കമ്മൽ, അടുത്ത നെക്ലേസും കമ്മലും. ഇതെനിക്ക് തോന്നുന്നു കുരുവിയാണെന്ന് തോന്നുന്നു. ഇത് കുരുവിയാണ് ഗൈസ്. എന്നിട്ട് നടുക്കൊരു താമരയൊക്കെ വന്നിട്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഓണത്തിൻ്റെയൊക്കെ ഫോട്ടോഷൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രഡീഷണൽ ഷൂട്ടൊക്കെ എന്തെങ്കിലും വരണമെങ്കിൽ അതിന് നമുക്കിത് ഉപയോഗിക്കാം. ഇതൊക്കെ കൊടുത്തേക്കാം. അതാ ഇനി ദാണ്ട് ഇവിടെ ഒരെണ്ണം ഇരിപ്പുണ്ട്. ഇതും എന്തോ ഒരു ആർട്ട് വർക്കാണ് സുഹൃത്തുക്കളെ. മിനിമലിസ്റ്റിക് ആയിട്ടുള്ള എന്തോ ഒരു ആർട്ട് വർക്ക്. ഇത് നമ്മൾ എവിടെ വെക്കും? പക്ഷേ ഗൈസ് വെക്കാനാണ് ഞങ്ങൾക്ക് സ്ഥലമില്ലാത്തത് കേട്ടോ. അതുകൊണ്ട് ഇതൊക്കെ കുറേയൊക്കെ പുതിയ വീട് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. അല്ലാത്തതൊക്കെ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും ആൾക്കാർ ഇത്രയും എഫർട്ട് ഇട്ട് ഓരോ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് ചെറുതാണോ വലുതാണോ എന്നുള്ളതിലല്ല, അവർ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് ഗിഫ്റ്റ് വാങ്ങുന്നല്ലോ എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമാണ്. ഓക്കെ, വീണ്ടും എന്തോ ഒരു ഐറ്റം ഞാൻ എടുത്തിട്ടുണ്ട്. കണ്ണാടിയല്ലേ ഇത് സ്റ്റാൻഡാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു സ്റ്റാൻഡ് ഊരിപ്പോയെന്ന് തോന്നുന്നു. ഓക്കെ, അതങ്ങനെ കയറി. ഓ ഇത് ചുമരി കയറും കേട്ടോ. കണ്ണാടി അല്ല കൈസ്, അതല്ലേ സ്വിച്ച്. ആ ഹായ്, ഇതും വേണമെങ്കിൽ ടേബിളിൽ വെക്കാം. രാത്രിയൊക്കെ വേണമെങ്കിൽ ഓണാക്കി ഇടാം അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാരാണ് തന്നതെങ്കിലും താങ്ക് യു സോ മച്ച്. ഇത് കസ്റ്റമായിട്ടുള്ള സാധനമാണ് കേസ്. അപ്പോൾ താങ്ക് യു കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരു പെട്ടിയുണ്ട്. ഇതാരാണ് തന്നതെന്ന് ഇല്ല. ഇതും ഒരു ആർട്ട് വർക്കാണ് ഗൂസ്. ആർട്ട് വർക്കല്ല, ഇത് ക്ലോക്കാണെന്ന് തോന്നുന്നു അല്ലേ? ബിഗ് ബോസിൻ്റെ കണ്ണൊക്കെ അതിൻ്റെ അകത്ത് ഗൈസ്. എന്തോ ഒരു ഉണ്ട് ഇതിൻ്റെ കൂടെ ഉണ്ട് ഗൈസ്. ഓ സ്ഫടിക ഉണ്ടാ ആർട്ട് വർക്ക് ഗൈസ്. ഇതും ഒരു ആർട്ട് വർക്കാണ്. അതിൻ്റെ സൊഫിസ്റ്റിക്കേഷൻ മനസ്സിലാക്കാനുള്ള ബുദ്ധി എനിക്കില്ലാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പക്ഷെ ഇതും ഒരു ആർട്ട് വർക്കാണ്. അപ്പോൾ ഈ ആർട്ട് വർക്ക് തന്ന ആൾക്ക് താങ്ക് യു സോ മച്ച്. ഇനി എന്തൊക്കെ തരം ഗിഫ്റ്റുകളാണെന്ന് നോക്കണേ ഗൈസ്. ഇനി ഇത് തിരിച്ചിൻ്റെ അകത്ത് ഇറക്കണ്ടേ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദിസ്
ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഗൈസ് സമയം ലേറ്റ് ആവുന്നു, നമുക്ക് എറണാകുളത്തോട്ട് ഇറങ്ങണം. ഗൈസ് ഇത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചിൻ്റെ നൂല് കെട്ടൊക്കെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൊച്ചിൻ്റെ 1ാം പിറന്നാളിന് കൊടുക്കണ ഗിഫ്റ്റ് ആണെന്ന് തോന്നും ഈ ഹാമ്പർ കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ ശരിക്കും അതല്ല. ഇവർ പെട്ടി മാത്രമേ അത് എടുത്തോളൂ. അതിൻ്റെ അകത്ത് ഒരു ടേബിൾ ലാമ്പാണ്. ഇങ്ങനെ ഇരിക്കും ഇത് ടേബിളിൽ. ഇത് വേണോടാ നമ്മുടെ റൂമിയൊക്കെ എല്ലാം കൂടി എവിടെ വെക്കുമെന്നാണ് ഗൈസ്. ഇത് നല്ലൊരു ടേബിൾ ലാമ്പ്. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും. താങ്ക് യു. ഇത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് യൂസ് ചെയ്യണം ഗൈസ്. ഇപ്പോൾ യൂസ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാത്തത്. ഓക്കെ ഗൈസ്, ഇത് കാവ്യ മണിക്കുട്ടൻ ട്രിവിയൻ ഫുഡി സിസ്റ്റർ എന്ന് എഴുതിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ട്രിവിയൻ ഫുഡിയുടെ പെങ്ങൾ തന്ന ഗിഫ്റ്റാണ്. അവളുടെ കല്യാണം ഈ അടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ പോയിരുന്നു. നിനക്ക് 2 സ്റ്റിക്കർ കുറച്ചൊട്ടിച്ചുവിടായിരുന്നടി. വീണ്ടും കൃഷ്ണനും രാധയും പ്രണയത്തിൻ്റെ പ്രതീകമായതുകൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവരും കൃഷ്ണനും രാധയും ആയിരുന്നു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടാ. താങ്ക് യു മക്കളെ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ് ഫ്രം ബബിത മാഡം ആൻഡ് അനിത മാഡം. ഇത് SMW സ്കൂളിൽ എന്നെ പഠിപ്പിച്ച എൻ്റെ 2 ടീച്ചർമാർ തന്നേക്കുന്ന ഗിഫ്റ്റാണ് ഗൈസ്. നോക്കിയാണ് സ്കൂൾ ടീച്ചർമാർ എന്നുകൊണ്ടാണെന്ന് പറഞ്ഞത്. ഭയങ്കര നീറ്റ് പാക്കിങ്. നെയിം സ്ലിപ്പും ഒക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. ഇതെന്താ ഇത്? ഫ്രൈയിങ് പാൻ ആണോ? ഇൻഡക്ഷൻ കടായി വിത്ത് ഗ്ലാസ് ലിഡ്. കടായിയാണ് ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് കടായി ചിക്കനൊക്കെ ഉണ്ടാക്കാം. ഓക്കെ, ഇത് ആരാണ് തന്നതെന്ന് എഴുതിയിട്ടില്ല. പക്ഷേ ഇതൊരു കുക്കറാണ് ഗൈസ്. ഇത് കുക്കറിൻ്റെ വിസില്, ഇത് കുക്കറിൻ്റെ അടപ്പ്. താങ്ക് യു. അശ്വിൻ നമ്മുടെ ബമ്പർച്ചിരിയിൽ ആർട്ടിസ്റ്റാണ്. അശ്വിനും അമ്മയും കൂടെ ആയിട്ടുള്ള കോമ്പോ ഭയങ്കര വൈറലായിരുന്നു ഗൈസ് ഒരു സമയത്ത്. ഇപ്പോൾ ഗുരുവായൂർ അമ്പലാട് അങ്ങനെ കുറേ സിനിമകളുണ്ട് അശ്വിൻ. അപ്പോൾ അവൻ എത്താൻ പറ്റിയില്ല. അപ്പോൾ അവൻ്റെ അമ്മ വന്നിട്ട് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ്. ഒരു ബെഡ്ഷീറ്റ് കൂടെ കിട്ടിയടി. താങ്ക് യു മമ്മി. ഇത് ഒരു ബുദ്ധൻ, താഴെ ഇരിക്കുന്നത് വേറൊരു ബുദ്ധൻ. 2 കളറിലുള്ള സെയിം ബുദ്ധ ക്ലോക്ക് നമുക്ക് കിട്ടിയ ഗൈസ്. ഇത് 2 പേരാണ് തന്നേക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. തന്ന 2 പേർക്കും ഞങ്ങളുടെ നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഇത് ഗൈസ് എനിക്ക് നന്ദു ആണ് സ്റ്റേജിൽ കൊണ്ടുവന്ന. അരുണിന് വരാൻ പറ്റിയില്ല. അവന് ചെറിയ ഒരു മെഡിക്കൽ എമർജൻസി എന്ന് പറഞ്ഞിട്ട് നന്ദു എന്നെ കൊണ്ട് വന്നിട്ട് അരുണിൻ്റെ ഗിഫ്റ്റാണെന്ന് പറഞ്ഞ സാധനമാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത്. എന്താ ഇത്? പൊട്ടിച്ചാലേ നമുക്കറിയാൻ പറ്റുള്ളൂ. ഹാപ്പി മാരീഡ് ലൈഫ് ഡാ ബൈ അരുൺ മഹാദേവ. അയ്യടാ, ഇതിന് പാട്ടൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നു കേട്ടോ. ഹായ്, നല്ല ഭംഗിയുണ്ട് ഇത്. താങ്ക് യു സോ മച്ച് അളിയ. ഓക്കെ, അപ്പോൾ താങ്ക് യു അരുണളിയ ഫോർ ദിസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഞാനിത് ചെറിഷ് ചെയ്യും. ഓക്കെ, നമ്മുടെ OMKVയിലെ ഉണ്ണിച്ചേട്ടൻ. ചേട്ടൻ റീലിട്ടത് കൊണ്ട് എനിക്കിത് മനസ്സിലായി ചേട്ടനാണ് തന്നതെന്ന്. ചേട്ടൻ റീലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ പറയും കല്യാണത്തിനൊക്കെ ആരെങ്കിലും ബുദ്ധനെ കൊടുക്കുമോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ChatGPT എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് എന്തുകൊണ്ടാണ് ബുദ്ധനെ കൊടുക്കുന്നത് നല്ലതെന്നുള്ളത്. അപ്പോൾ ശാന്തിക്കും സമാധാനത്തിനും ഞങ്ങളുടെ പീസ് ഓഫ് മൈൻഡിന് വേണ്ടി ബുദ്ധനെ സമ്മാനിച്ച ഉണ്ണിച്ചേട്ട താങ്ക് യു സോ മച്ച്. ഇത് കുറച്ച് വലുതായി വലിയ നമ്മുടെ റൂമിൽ പോയനാ. അതെ, ഇതിനിപ്പോൾ പുതിയ വീട് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് കയറ്റാം. ഇത് സന്ദീപിൻ്റെ അനിയൻ സദീപിൻ്റെ വകയുള്ള സമ്മാനമാണ് ഗേസ്. ഇതും പ്രകൃതി. ഞാൻ പറഞ്ഞില്ലേ കല്ല് വെച്ചിട്ടുള്ള ആർട്ട് വർക്ക് ഇപ്പോൾ ഭയങ്കര ട്രെൻഡിയാണെന്ന് തോന്നുന്നു. അത് ഒരുപാട് പേര് ഞങ്ങൾക്ക് അങ്ങനെയുള്ള ആർട്ട് വർക്ക് ഗിഫ്റ്റ് തന്നേക്കാണ്. ഓക്കെ, ഇതിന് താങ്ക് യു. ഇതൊക്കെ വെക്കാൻ സ്ഥലം കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. കൃഷ്ണൻ രാധയും വീണ്ടും റീലോഡഡ്. ഇതോടുകൂടി നമ്മളുടെ വെഡ്ഡിങ് ഗിഫ്റ്റ് അൺബോക്സിങ് അവസാനിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കുറച്ചുണ്ടായിരുന്നു കൈസ്. ഇതെല്ലാം എനിക്ക് എല്ലാം കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചു എല്ലാം അൺബോക്സ് ചെയ്തിട്ട് കുറച്ച് കാണിച്ചു തരാമെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു അയ്യോ ഇപ്പം എന്താണെങ്കിലും ആൾക്കാർ അവർ തന്ന ഗിഫ്റ്റ് അൺബോക്സ് ചെയ്താണ് അവർക്കൊരു സന്തോഷമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ കംപ്ലീറ്റ് അൺബോക്സ് ചെയ്ത്. യെസ്, അപ്പോൾ ഒന്നുകൂടെ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് എസ് ഓൾ ദീസ് ബ്യൂട്ടിഫുൾ ഗിഫ്റ്റ്. ഒരു താങ്ക് യു പക്ഷേ. താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. ഇനി ഞാൻ വീട്ടിൽ പോട്ടെ, എന്നിട്ട് എറണാകുളത്തോട്ട് ചലിക്കട്ടെ. തളർന്ന് ഗൈസ് ഞാൻ ഗിഫ്റ്റ് കാണിച്ച് ബൈ ബൈ.